സഫയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സഫ ജ്വല്ലറി. കോൾ 9400024916. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. വണ്ടൂർ പാലക്കാട്ടുകുന്ന് പട്ടയ വിഷയം. നിലവിൽ അവിടെ താമസിക്കുന്ന ആർക്കൊക്കെ രേഖകളുണ്ടെന്നും ഇല്ലാത്തവർ ആരൊക്കെയെന്നും കണ്ടെത്താൻ നടപടി തുടങ്ങി. MLA AP അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇത് കണ്ടെത്തുന്നതിനുള്ള പരിശോധന അടുത്ത മാസം 10 മുൻപായി പൂർത്തിയാക്കണമെന്നും നിർദ്ദേശം. പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയം നൽകുന്നതിനുള്ള അവകാശ പത്രിക നൽകുന്നതിനായി ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ വിഷയം അടുത്ത പഞ്ചായത്ത് ബോർഡിൽ അജണ്ടയായി ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകിയിരുന്നു. പാലക്കാട്ടുകുന്ന് നിവാസികളുടെ സാന്നിധ്യത്തിലായിരുന്നു നിവേദനം നൽകിയത്. അന്ന് ബോർഡിൽ വിഷയം ചർച്ച ചെയ്യുന്നതിന് മുമ്പായി MLAയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് 12 മണിക്ക് ഗ്രാമപഞ്ചായത്തിൽ യോഗം ചേർന്നത്. 1986 വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 88 കുടുംബങ്ങൾക്ക് അവിടെ 4 സെന്റ് വീതം നൽകിയത്. തുടർന്ന് ലഭിച്ച ഭൂമി പലരും വ്യക്തിപരമായ ഉടമ്പടിയിൽ കൈമാറ്റം ചെയ്യപ്പെടുകയും പുതിയ താമസക്കാർ എത്തുകയും ചെയ്തു. ഇക്കാരണത്താൽ കഴിഞ്ഞ 15 വർഷമായി അവിടെ താമസിക്കുന്ന പലർക്കും തങ്ങളുടെ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശമില്ല. അതേസമയം അർഹതപ്പെട്ടവർക്ക് അവരുടെ ഭൂമിയാണ് തെളിയിക്കുന്ന രേഖകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് യോഗം ചേർന്നത്. ഇതിൽ ആദ്യഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ അവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്, ആർക്കൊക്കെ ഭൂമി തങ്ങളുടേതാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഉണ്ടെന്നും എത്ര പേർക്ക് ഇത് ഇല്ലെന്നും കണ്ടെത്തും. ഇതിനായി ഗ്രാമപഞ്ചായത്തും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന സംഘം അടുത്ത മാസം 10 മുമ്പായി ഇക്കാര്യങ്ങൾ കണ്ടെത്തും. തുടർന്ന് രേഖകളില്ലാത്തവർക്ക് അത് എങ്ങനെ നൽകാമെന്നടക്കമുള്ള കാര്യങ്ങൾ 2ാം ഘട്ടത്തിൽ യോഗം ചേർന്ന് ചർച്ച ചെയ്യും. 1986 അന്നത്തെ വണ്ടൂർ പഞ്ചായത്ത് ഭരണസമിതി 88 കുടുംബങ്ങൾക്ക് ഭൂമി നൽകുന്നതിന്റെ ഭാഗമായിട്ട് വണ്ടൂർ പഞ്ചായത്തിൽ 4 സെന്റ് ഭൂമി ഈ കുടുംബങ്ങൾക്ക് അനുവദിച്ച് നൽകിയിരുന്നു. അന്ന് അനുവദിച്ച് നൽകിയ ഭൂമിയിൽ അന്ന് വീട് വെച്ച് താമസിക്കുന്നവർ ചിലരവിടെ ഉണ്ട്. പക്ഷെ എന്നാൽ അതിനുശേഷം ആ ഭൂമി ലഭിച്ചവർ പലരും അത് കൈമാറ്റം ചെയ്ത് ഇന്ന് പുതിയ താമസക്കാരാണ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭൂമി കൈമാറ്റം തീർത്തും അവർ വ്യക്തിപരമായി നടത്തിയ ഒരു എഗ്രിമെന്റിന്റെ പുറത്താണ്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന 10-15 വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് അവർക്ക് സ്വന്തമായ അവർ ഉണ്ടാക്കിയ വീടാണെങ്കിൽ പോലും ആ ഭൂമിയിലോ വീട്ടിലോ അവർക്ക് സ്വന്തമായിട്ടുള്ള ആധാരമോ പട്ടയമോ പഞ്ചായത്ത് കൊടുത്ത അവകാശ പത്രിക പോലും ഇല്ലാത്ത ഒട്ടനവധി കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അത് വർഷങ്ങളായി താമസിക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് ബന്ധപ്പെട്ട രേഖകൾ അവരുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ കൊടുക്കണം എന്നുള്ള ആവശ്യം എല്ലാ ഭാഗത്തും പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ പഞ്ചായത്ത് അംഗം, അതുപോലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വർഷങ്ങളായിട്ട് ഉന്നയിച്ചു വരികയാണ്. പല കാരണങ്ങൾ കൊണ്ടും ഇത്രയും വർഷം പിന്നിട്ടും അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു നല്ല അന്തരീക്ഷം, അത് പരിഹരിക്കാവുന്ന ഒരു അന്തരീക്ഷം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഭൂമി അർഹതപ്പെട്ട താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് ഇന്നത്തെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, അവർക്ക് ആർക്കൊക്കെയാണ് സ്വന്തമായി ഭൂമിയും അവരുടെ ഭൂമിക്ക് അവകാശ പത്രികയോ അനുബന്ധ രേഖകളും ഉള്ളത് എന്നുള്ളതും അതില്ലാത്ത എത്ര കുടുംബങ്ങൾ ഉണ്ട് എന്നുള്ളതിനൊക്കെ ഒരു പരിശോധന ഈ വരുന്ന ആഗസ്റ്റ് 10-ാം തീയതിക്ക് മുമ്പായിട്ട് പഞ്ചായത്ത് ഭരണസമിതി റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ ഇന്ന് തീരുമാനിച്ചു. ആ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 10-ാം തീയതിക്ക് മുമ്പായിട്ട് എത്ര പേർക്ക് കൈവശ രേഖയുണ്ട് അല്ലെങ്കിൽ ആധാരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇല്ലാത്തവർക്ക് ഭൂമിയുടെ കൈവശ രേഖയും അനുബന്ധ പട്ടയം ഉൾപ്പെടെയുള്ള രേഖകൾ എങ്ങനെ നൽകാം എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ 12-ാം തീയതി തന്നെ യോഗം ചേരുവാനും തീരുമാനിച്ചു. 1-ാം ഘട്ടമായിട്ട് ഈ ഒരു പ്രക്രിയ അവിടെ ആർക്കൊക്കെ ഭൂമി ഉണ്ട്, ഭൂമിക്ക് കൈവശ രേഖ ഉണ്ട്, ഇല്ലാത്തത് എത്ര പേരുണ്ട് എന്നുള്ള കാര്യം തീരുമാനിക്കാനാണ് ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അത് ലഭ്യമായി കഴിഞ്ഞാൽ 12-ാം തീയതി തന്നെ വീണ്ടും യോഗം ചേർന്ന് അനന്തര നടപടികൾ എങ്ങനെ ഇവർക്ക് സ്വന്തമായിട്ട് കൈവശ രേഖ കൊടുക്കും, പട്ടയം കൊടുക്കും എന്നതിനെക്കുറിച്ച് അന്ന് കമ്മിറ്റി കൂടി തീരുമാനമെടുക്കും. ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ MLA AP അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM സീന, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ,
ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VAK തങ്ങൾ, B മുഹമ്മദ് റസാഖ്, കാപ്പിൽ മുരളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈജൽ എടപ്പറ്റ, P ജ്യോതി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അബ്ദുൾ മുഹമ്മദ് ലത്തീഫ്, നിലമ്പൂർ തഹസിൽദാർ A ജയശ്രീ, ഡെപ്യൂട്ടി തഹസിൽദാർ സരിതകുമാരി, വണ്ടൂർ വില്ലേജ് ഓഫീസർ PR രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. വല്ലാത്തൊരു വൈബാണ് WIC ക്യാമ്പസിന്. വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും. WIC വേറൊരു ലോകമാണ്.